ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള സ്മെല്ലാണ്, വളരെ ഹൈ ക്ലാസ് എലൈറ്റ് സ്മെല്ല്. അപ്പൊ നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, ഇത്തിരി സെറ്റപ്പോട് കൂടിയാണ് നമ്മൾ പോകുന്ന ഒരു ഫീൽ കിട്ടും. നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇത് അടിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അതുപോലത്തെ ഒരു DN ആണ് ഈ സാധനം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഞാൻ വളരെ ആഗ്രഹിച്ച് മോഹിച്ച് ഒരുപാട് തവണ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പലതവണ നടക്കാതെ പോയ ഒരു പെർഫ്യൂമാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഫൈനലി എന്റെ കയ്യിലെത്തി. ഈ ഒരു പെർഫ്യൂം ശരിക്കും എനിക്ക് അറിയാത്ത ഒരു ബ്രാൻഡായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ കേർലി ഫ്രാഗ്രൻസിന്റെ പുള്ളിക്കാരിയുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ പെർഫ്യൂമിനെ കുറിച്ച് അന്വേഷിച്ചത്, പഠിച്ചത്, വാങ്ങണം എന്നുള്ള ആഗ്രഹം തോന്നിയത്. പുള്ളിക്കാരി 10ൽ 10 മാർക്ക് കൊടുത്ത ഒരു ഐറ്റമാണ് അത്. Ooh, guys, this is strong. Holy shit. I'm looking. ഫ്രാഗ്രന്റിക്കയിലും ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് കണ്ടു, വാങ്ങിയവരുടെ ഒരുപാട് അഭിപ്രായം കേട്ടു. പിന്നെ ചില ഫ്രാഗ്രൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ചിലരോട് ചോദിച്ചു, അവരൊക്കെ നല്ല ഹൈപ്പ് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പെർഫ്യൂം റിവ്യൂ ചെയ്യുന്നവരുടെ അവരുടെ കളക്ഷനിൽ അവർ കൊണ്ടു നടക്കുന്നത് അവരുടെ പലരുടെയും സിഗ്നേച്ചർ പെർഫ്യൂം ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. മിക്കലഫ് ദേസിർ ടോക്സിക് ല ഇന്റൻസ്. ഇതിന്റെ ഇന്റൻസ് വെർഷൻ ആണ്. ഇതിന്റെ EDP കോൺസെൻട്രേഷൻ ഒരെണ്ണം ഇറക്കി. അതിന് വേണ്ടത്ര പെർഫോമൻസ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ ഇന്റൻസ് വെർഷൻ ആയിട്ട് ല ഇന്റൻസ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഇറക്കി. അതാണിത്, മിക്കലഫ് ദേസിർ ടോക്സിക്. 2024 ഈ ഒരു പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. ഞാനിത് ട്രൈ ചെയ്തു. കിടിലം പെർഫ്യൂം, നീഷ് ബ്രാൻഡാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈസും ഉണ്ട്. 20,000 മുകളിലാണ് ഇതിന്റെ വില വരുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 100 ml വെർഷൻ ആണ്. അപ്പോൾ 20,000 രൂപയ്ക്ക് ഒരു ഫ്രഷ് സ്പൈസി സെക്സി ആയിട്ടുള്ള ഒരു പെർഫ്യൂം, അതാണ് ഈ ഒരു പെർഫ്യൂമിനെ എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. ആദ്യം തന്നെ ഒരു ബോട്ടിൽ ഡിസൈൻ, ഭയങ്കര ലുക്കാണ് ഈ ബോട്ടിൽ കാണാൻ തന്നെ. നിങ്ങളത് കയ്യിൽ പിടിക്കണം, ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഡിസൈൻ. EDP ഇന്റൻസ് വെർഷൻ ആണ്. ഇപ്പൊ സ്ട്രോങ് ആണ്. 100 ml ആണ് വരുന്നത്. ബോട്ടിൽ കാണുമ്പോൾ ഒരു ബ്ലൂ മറൈൻ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ബോട്ടിൽ ഡിസൈൻ ആണ്. കണ്ടില്ലേ, ഒരു റിവർ ബെഡ് അല്ലെങ്കിൽ ഓഷൻ ബെഡ് പോലുള്ള ഒരു ടൈപ്പ് പാറ്റേൺ. എനിക്കിത് കാണുമ്പോൾ ഇതിന്റെ ക്യാപ്പൊക്കെ കാണുമ്പോൾ ഭൂമിയുടെ അകക്കാമ്പിൽ നിന്ന് പൊട്ടിത്തെറിച്ച് മാഗ്മ ഉരുകി ഒലിച്ച് പുറത്ത് ലാവയായിട്ട് ഉറയുമ്പോൾ ഒരു പാറ്റേൺ വരും. അഗ്നിപർവ്വതങ്ങൾ സ്ഫോടനം നടന്ന് അതിങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ ഒരു പാറ്റേൺ വരും. അതുപോലത്തെ ഒരു വോൾക്കാനിക് ടെക്സ്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഏതാണ് അതുപോലെ തന്നെ കടൽ തീരത്തും അല്ലെങ്കിൽ നദീതീരത്തൊക്കെ ഉള്ള കല്ലുകൾ അത് വെച്ച് ഉണ്ടാക്കിയതുപോലുള്ള ഒരു ഡിസൈൻ. ഭയങ്കര രസമായിട്ടോ ബോട്ടിൽ ഡിസൈൻ കാണാൻ തന്നെ. നീഷ് ക്വാളിറ്റി ബോട്ടിൽ ഡിസൈൻ, ഒന്നും പറയാനില്ല. 10 out of 10. നിങ്ങൾ നേരിട്ട് കയ്യിൽ വെക്കണം. ഇത് മാത്രമല്ല, ഷെൽഫിൽ ഇരിക്കുമ്പോൾ ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ പറ്റിയ ഒരു മുതലാണ്. ഷെൽഫിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ ഉറപ്പായിട്ട് ചോദിക്കും ഇത് ഏതാ ഈ സാധനം എന്ന് ചോദിക്കും. ഒരു ഐ ക്യാച്ചി ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ, സ്റ്റണ്ണിങ്. ഇനി എന്റെ പ്രൊഫൈൽ പറയാം. പ്രൊഫൈൽ വരുന്നത് അറോമാറ്റിക്, വാം സ്പൈസി, ഗ്രീൻ, സിട്രസ്, ഫ്രൂട്ടി, ഫ്രഷ് സ്പൈസി, വുഡി, കാനബിസ്, സിനമൺ, വാനില. ഇതാണ് എന്റെ നോട്ടായിട്ട് പ്രൊഫൈലായിട്ട് വരുന്നത്. ഇതിന്റെ നോട്ട് ഞാൻ പറയാം. ടോപ്പ് നോട്ടിൽ ബെർഗാമോ, കാർഡമം, സാഫ്രോൺ, ലെമൺ. മിഡിൽ നോട്ടിൽ ബ്ലാക്ക് കറന്റ്, മിന്റ്, ടോങ്ക ബീൻ, സിനമൺ. ബേസ് നോട്ടിൽ കാനബിസ്, പച്ചുളി, മസ്ക്, മോസ്. ഇത്രയാണ് ഇതിലെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ചെറുതിനെ കനാബിസ്, കഞ്ചാവിന്റെ ഒക്കെ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തൊന്നുമില്ല. ഭയങ്കര ഹെർബലാണ്, ഭയങ്കര ഫ്രൂട്ടി ആയിട്ട്, ഏറെക്കുറെ നമ്മുടെ ബ്ലാക്ക് അഫ്ഗാനികളൊക്കെ ചേർത്തിരിക്കുന്ന പോലെ സ്വീറ്റ് ആയിട്ടാണ് ചേർത്തിരിക്കുന്നത്. നമുക്ക് ഒരു തരത്തിൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര സ്വീറ്റ് സെക്സി ആയിട്ടാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ആ ഒരു കനാബിസിന്റെ നോട്ട് ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്പണിംഗില് ഫ്രൂട്ടി ഓപ്പണിംഗ് ആണ്. മിന്റ്, ബെർഗാമോ, ലെമൺ, ബ്ലാക്ക് കറന്റ്. ഈ ഫ്രൂട്ടി ഓപ്പണിംഗിനൊപ്പം തന്നെ ഏലക്ക, നല്ല അടിപൊളി ഏലക്കയുടെ മണവും വരും. ഏലക്ക ചതയ്ക്കുമ്പോ കിട്ടുന്ന ഒരു മണം, ഏലക്ക കുരുവും അതിന്റെ തോലോട് കൂടി ചതയ്ക്കുമ്പോ കിട്ടുന്ന ഏലക്കയുടെ ഒരു സെക്സി ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗും, ഒപ്പം ബെർഗാമോ, ബ്ലാക്ക് കറന്റ്, ഭയങ്കര ഒരു ഓപ്പണിംഗ്, ഒരു കിടിലൻ ഓപ്പണിംഗ്. അത് വേറൊരു പെർഫ്യൂമിനും കിട്ടാത്ത സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്. നമുക്കൊരു വൗ ഫാക്ടറി കിട്ടത്തില്ലേ, അതുപോലത്തെ ഒരു ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗിന് കൊടുക്കണം പൈസ. അതുകൊണ്ടാണ് ഇനി 20,000 മുകളിൽ റേറ്റ് വരുന്നത്. ഓപ്പണിംഗ് ഒരു രക്ഷയില്ലാത്ത വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ്. ഓപ്പണിംഗിൽ തന്നെ നമുക്ക് ഏലക്കയുടെ മണവും ലെമണും ബെർഗാമോയും ബ്ലാക്ക് കറന്റും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ഫ്രഷ് സ്വീറ്റ് ഫ്രൂട്ടി ടൈപ്പ്. അതായത് ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ആണ്, ഫ്രൂട്ടി ആണെന്ന് വെച്ചാൽ ഫ്രൂട്ടി ആണ്. ഹെർബൽ നോട്ട് ചേർത്തിട്ടുണ്ട്. കിട്ടില്ല മണം, അതായത് നമുക്ക് ഒരു രക്ഷയില്ലാത്ത മണം. നിങ്ങൾ ട്രൈ ചെയ്യണം, ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യേണ്ടത്. ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, ന്യൂ ഇയർ രാത്രി വേണം നിങ്ങൾ ഇത് അടിക്കാൻ. അന്യായ കോംപ്ലിമെന്റ്സ് കിട്ടും. അത് പറയാൻ കാരണമുണ്ട്. ഇനി ഇത് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്, ഒരു ഇമാജിൻ ചെയ്യും നിങ്ങളൊന്ന്, ലൂയി വിറ്റോടെ ഒരു സലൂൺ ഉണ്ടെന്ന് കൂട്ടിക്കോ. ഒന്ന് മുടി വെട്ടുന്നതിന് ഒരു 5-6 ലക്ഷം രൂപയാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. LVക്ക് ഒരു സലൂൺ ഉണ്ട്. എലൈറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് അവിടെ പോകുന്നത്. ഒന്ന് മുടി വെട്ടണമെങ്കിൽ തന്നെ $6,000-7,000 വരുന്നു.
അപ്പൊ അത്രയും അത്യാഡംബരമായ വളരെ പോഷ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പ്. ഡോറ് തുറന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് എന്ത് മണം കിട്ടും? ക്ലീൻ, ഫ്രഷ്, വുഡി, സ്പൈസി, മാസ്കുലിൻ, ഭയങ്കര സെക്സി ആയിട്ടുള്ള സ്മെൽ അല്ലെ? അത് ശരിക്കും അതാണ് ഈ പെർഫ്യൂമിന്റെ മണം എന്ന് പറയുന്നത്. ഒരു എലൈറ്റ് വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ മണം. മില്യൺ കണക്കിന് പണച്ചാക്ക് അല്ലെങ്കിൽ ഒരു പണക്കാരൻ, കോടീശ്വരൻ, ഒരു മില്യണയർ അല്ലെങ്കിൽ ബില്യണയർ, ഇപ്പം എലോൺ മസ്ക് ഒക്കെ അല്ലേ, ഭൂമിയിൽ ഏറ്റവും വൈകാതെ തന്നെ അയാൾ ട്രില്യണയർ ആവും. ഭൂമിയിൽ ഇതുവരെ ട്രില്യണയർ ഉണ്ടായിട്ടില്ല. വൈകാതെ തന്നെ അയാൾ ട്രില്യണയർ ആയിട്ട് മാറും. അപ്പൊ ഒരു ട്രില്യണയർ സ്മെൽ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ റിച്ച് ആയിട്ടുള്ള ലക്ഷറീസ് ആയിട്ടുള്ള സ്മെല്ല്, വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരാള്. ഇപ്പോ ഇടുന്ന എൽവിയുടെ ഒരു കോട്ട് അല്ലെങ്കിൽ സ്യൂട്ട്, കാലില് ഹെർമസിന്റെ ഷൂസ്, ബെൽറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗുച്ചിയുടെ ഏറ്റവും ആഡംബരമായിട്ടുള്ള സാധനം ഏതുണ്ട് അതൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരാൾ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പെർഫ്യൂം. അപ്പോൾ നിങ്ങൾ ഏറ്റവും വെൽത്തി ആയിട്ട്, നിങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന സ്ഥലത്ത് വേണമെങ്കിൽ അടിക്കാൻ. ഇതിന്റെ DNA അതുപോലെ ഡിമാൻഡ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, ഇത്തിരി സെറ്റപ്പോട് കൂടിയാണ് നമ്മൾ പോകുന്ന ഒരു ഫീൽ കിട്ടും. നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇത് അടിക്കുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അതുപോലത്തെ ഒരു DNA ആണ് ഈ സാധനം. യുണീക്ക് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രഷ് പെർഫ്യൂമിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം കേട്ട് തഴമ്പിച്ച് സ്മെല്ല് ചെയ്ത് മടുത്ത മണമായിരിക്കും പല ഫ്രഷ് പെർഫ്യൂമിന്. പക്ഷെ ഇത് ഭയങ്കര യുണീക്ക് ആണ്. ഇനി ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ മിഡിൽ നോട്ട് കഴിയുമ്പോൾ ഒരു മെന്തോൾ എഫക്ട് വരും. പഴയ മെൻഡോസ് അല്ലെങ്കിൽ മെൻഡോസ് പോലെ തന്നെ തവയ്ക്കുമ്പോൾ ഒരു മെന്തോൾ എഫക്ട് കിട്ടുന്ന ബബിൾ കം, അല്ലെങ്കിൽ അതുപോലെ മെൻഡോസിന്റെ ഒക്കെ ഒരു മിഡിൽ നോട്ടിൽ കിട്ടത്തില്ലേ, മെൻഡോസ് തവയ്ക്കുമ്പോൾ ഒരു മെന്തോൾ എഫക്ട് കിട്ടത്തില്ലേ. ഒരു ക്ലീൻ ഐസി കോൾഡ് മെന്തോൾ സ്മെല്ല്, അതുപോലെ ഒരു മിന്റ് ചേർത്തിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന മിന്റ് ഒരിക്കലും JPG ലെമയിൽ ചേർത്തിരിക്കുന്ന പോലത്തുള്ള മിന്റ് അല്ല. പ്യൂർ ആയിട്ടുള്ള മെന്തോളാണ്. ഒരു മെന്തോൾ എഫക്ട് കിട്ടും. അത് എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഡ്രൈ ഡൗണിലും മിഡിൽ നോട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു മെന്തോൾ എഫക്ട്, ഒരു ഐസി കോൾഡ് തണുപ്പ് തോന്നുന്ന ഒരു മെന്തോൾ എഫക്ട്, ഒരു കൂളിംഗ് എഫക്ട് കിട്ടി. അത് അപൂർവം ചില പെർഫ്യൂമിലാണ് ആ ഒരു കൂളിംഗ് എഫക്ട് കിട്ടുന്നത്. ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കര ലക്ഷറീസ് ആയിട്ടുള്ള സെക്സി സ്മെല്ലാണ് ആ ഒരു മെന്തോൾ സ്മെൽ. അടുത്തോട്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഫീൽ കിട്ടും. ചുറ്റി നിൽക്കുന്നവർക്ക് ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. നിങ്ങളിത് ന്യൂ ഇയർ രാത്രി മാത്രം, പുതുവർഷത്തിൽ രാത്രി മാത്രം ഇത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അന്യായ കോംപ്ലിമെന്റ് കിട്ടും. ഞാൻ ഈ പെർഫ്യൂം ഇപ്പൊ നിവിൻ പോളിയുടെ സർവമായ സിനിമ കാണാനായിട്ട് വൈകുന്നേരമാണ് ഞാൻ പോയത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ നേരത്തെ വന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചു. അപ്പൊ ഞാൻ ഇവന്റെ റിയാക്ഷൻ, ഇവനാണെങ്കിൽ ഒരു പെർഫ്യൂം അടിച്ചാലും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് പറയത്തില്ല. കുഴപ്പമില്ല, തരക്കേടില്ല, ഒരു നെഗറ്റീവ് മാത്രം പറയുന്ന ഒരു പെർഫ്യൂമിന്റെ കാര്യത്തിൽ അങ്ങനെ പറയുന്ന ഒരാളാണ്. ഇത് അടിച്ചിട്ട് പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇപ്പൊ അടിച്ച പെർഫ്യൂം ഏതാ? ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ നിനക്ക്? ആളെ ഇത് കൊള്ളാം, ഇത് സൂപ്പർ സാധനം കേട്ടോ, ഇത് ഏത് പെർഫ്യൂം? ഞാൻ പറയാം പേര് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു. വിലയായിട്ടുണ്ടാവൂല, നമ്മുടെ വിലയുണ്ട്, 10-20,000 അടുപ്പിച്ച വിലയുണ്ട്. ഈ സാധനം കൊള്ളാം, ഇത് നീ അടിക്കട്ടോ, ഇത് നീ കൂടെ അടിച്ചോ, നല്ല മണമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു തരത്തിലും പോസിറ്റീവ് ഫീഡ്ബാക്ക് തരാത്ത എന്റെ സുഹൃത്ത് ഈ ഒരു പെർഫ്യൂമിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് ഈ പെർഫ്യൂമിൽ അടിക്കാൻ തരണമെന്ന് പറഞ്ഞു. നമ്മൾ കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ഈ പെർഫ്യൂം മേക്ക് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ഗേൾസിന് ഇഷ്ടപ്പെടും. ബ്ലൂഡേ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഡിയർ സബാഷ് ഇഷ്ടപ്പെട്ടോ? അതുപോലെ തന്നെ അത്തരം DNA ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പെർഫ്യൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കേളി വെറുതെ അല്ല 10 out of 10 കൊടുത്തത്. വർത്തായിട്ടുള്ള പെർഫ്യൂം. പിന്നെ പ്രൈസ് റേഞ്ച് ആണ് അല്പം വില കൂടുതലാണ്. 20,000 മുകളാണ് റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് 10 ml 5 ml കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ലോങ്ജിവിറ്റി 7-8 മണിക്കൂറാണ് എനിക്ക് രാത്രി അടിച്ചപ്പോൾ കിട്ടിയത്. ഭയങ്കര പെർഫോമൻസ് ഉണ്ട്, അന്യായ പെർഫോമൻസ്. ഞാൻ 7-8 സ്പ്രേ അടിച്ചപ്പോൾ പ്രൊജക്ഷൻ തന്നെ ആദ്യത്തെ ഒരു 3-3.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സെന്റ് ക്ലൗഡ് മേക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സിയാഷ് മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ഷൻ സ്ട്രോങ് ആണ്, സിയാഷ് വളരെ സ്ട്രോങ് ആണ്. ലോങ്ജിവിറ്റി 7-8 മണിക്കൂർ വൈകുന്നേരം രാത്രി കിട്ടുന്നുണ്ട്. അപ്പൊ വൈകുന്നേരം രാത്രി വേണം ഇത് അടിക്കാൻ. പ്രത്യേകിച്ച് ഈ വരുന്ന ന്യൂ ഇയർ രാത്രി നിങ്ങൾ ഈ പെർഫ്യൂം ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. കോംപ്ലിമെന്റ് കിട്ടും. എനിക്ക് കോംപ്ലിമെന്റ് കിട്ടി. ആദ്യത്തെ സ്പ്രേ തന്നെ ആദ്യം അടിച്ച അന്ന് തന്നെ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടി. 25-ാം തീയതി പടം റിലീസായ അന്ന്. കാലാവസ്ഥ ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. പക്ഷെ എങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. ഇപ്പം ഓഫീസിൽ യൂസ് ചെയ്യാം, കല്യാണം, പാർട്ടി, ക്ലബിംഗ്, സമ്മർ സീസൺ, വിന്റർ സീസൺ, ഫോൾ, ഏത് സീസണിൽ യൂസ്, സ്പ്രിംഗ്, അങ്ങനെ ഏത് സീസണിൽ, എനി വെതർ, എനി ഒക്കേഷൻ. പക്ഷെ ഇത് നിങ്ങൾ ഇപ്പോൾ അടിക്കേണ്ടത് ന്യൂ ഇയർ രാത്രി കോംപ്ലിമെന്റ് കിട്ടാനും നിങ്ങൾ അവിടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആകാനും. അതുപോലെ തന്നെ ന്യൂ ഇയർ രാത്രി നിങ്ങൾ പല പ്ലാനും കാണുമല്ലോ. ചിലപ്പോൾ അഡ്വഞ്ചർ ആയിട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 2026 വരവേൽക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് ആയിട്ട് പുറത്തുനിന്ന് കറങ്ങാനുണ്ടാവാം, ചിലപ്പോൾ അതുപോലെ തന്നെ വൈഫുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവാം, ഫാമിലി മീറ്റിംഗ് ഉണ്ടാവാം, പരിപാടി ഉണ്ടാവാം. ഈ സാഹചര്യങ്ങളിൽ വേണം ഇവനെ യൂസ് ചെയ്യാൻ. അപ്പം ഈ വരുന്ന ദിവസം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്യുക. വൺ ഓഫ് എ കൈൻഡ് പെർഫ്യൂം, വളരെ യൂണിക്, വളരെ സെക്സി, ഫ്രഷ്, ഫ്രൂട്ടി, സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂം. ഡെഫിനറ്റ് ആയിട്ട് വർത്താണ്. പിന്നെ റീറ്റെയിൽ പാക്ക് അറൌണ്ട് 20,000 എബോ വരും. അപ്പൊ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള നീഷ് ബ്രാൻഡാണ്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2025 അവസാനത്തിൽ ഞാൻ കണ്ടെത്തിയ നല്ലൊരു പെർഫ്യൂമിൽ ഒരെണ്ണമാണ് ഡേസർ ടോക്സിക് ലോ ഇന്റൻസ്.
ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. 10 ml 5 ml ഡീക്കൻ ഞാൻ കൊടുക്കുന്നു. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ, ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. കാരണം 10-20,000 രൂപ വിലയുള്ളതാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യാതെ വാങ്ങരുത്. 5 ml 10 ml ഡീക്കൻ അവൈലബിൾ ആണ്. കമന്റിലെ നമ്പർ മെൻഷൻ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയക്കാം. താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.